നമസ്കാരം. ഒരു ലോകാവസാനം എങ്ങനെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അത് ഒന്നെങ്കിൽ പ്രകൃത്യാലുള്ള കാരണങ്ങൾ കൊണ്ട്, രണ്ട് മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവനാശം വിതച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആണവായുധം പ്രയോഗിക്കുക, അത് ഈ ലോകത്തെ മനുഷ്യരാശിയെ മൊത്തത്തിൽ തന്നെ ഇല്ലാതാക്കുക, അങ്ങനെ ഈ ലോകാവസാനം സാധ്യമാകുക. അതിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അത് വാസ്തവമാണ്. അങ്ങനെ ലോകാവസാനത്തിന് കാരണമായേക്കാവുന്ന ഒരു ആയുധം, ഒരു മാരകായുധം, അതീവ മാരകായുധം, അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളും നാറ്റോയുമാണ്. അപ്പോൾ അവർക്ക് എതിർ നിൽക്കുന്നത് ആരായിരിക്കും? തീർച്ചയായിട്ടും റഷ്യ തന്നെയാണ്. ആ റഷ്യ അങ്ങനൊരു മാരകായുധം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നു. നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ്, വളരെ ഭയപ്പാടോടെ വിശകലനം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഈ സംഭവം നടന്നത് ഓഗസ്റ്റ് 16-നാണ്. റഷ്യയുടെ അന്ത്യവിധി ദിനത്തിലെ ഡൂംസ് ഡേ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുക. അന്ത്യവിധി എന്ന് പറഞ്ഞാൽ അതൊരു ബൈബിൾ പ്രയോഗമാണ്. ലോകാവസാനം അതിനെക്കുറിച്ചുള്ള സൂചനയാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ ഡൂംസ് ഡേ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ആയുധം, അന്ത്യവിധി ദിനത്തിലെ ഒരു ആയുധം, പോസിഡോൺ ആണവ ടോർപിഡോകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു പുതിയ അന്തർവാഹിനി. അതിൻ്റെ പേര് ഖബറോവ്സ്ക് എന്നാണ്. അതിൻ്റെ പ്രൊജക്റ്റ് നമ്പർ 09851. അപ്പോൾ ഇതാണ് ലോകാവസാനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ആ റഷ്യൻ ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആയുധം ഇപ്പോൾ പരീക്ഷണ ഓട്ടം തുടങ്ങിയേക്കുകയാണ്. അത് സെവറോദിൻസ്ക് എന്ന് പറയുന്ന കപ്പൽശാലയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറക്കി ആദ്യ പരീക്ഷണ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ലോകം തന്നെ നശിച്ചു പോട്ടെ എന്ന തരത്തിൽ ലോകരാജ്യങ്ങൾ ഇത്തരം ഡൂംസ് ഡേ ആയുധങ്ങൾ, അന്ത്യവിധി ദിനത്തിലെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കാരണം എല്ലാം നശിച്ചു പോട്ടെ എന്ന് ഏത് രാജ്യമാണ് തീരുമാനിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്: ശത്രുക്കൾ ആക്രമിച്ചാൽ അവരെയും പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ആണവായുധം പ്രയോഗിച്ചാൽ അതിൽ വലിയ നാശനഷ്ടം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ആക്രമണം നടത്താൻ അല്ലെങ്കിൽ ശത്രുവിൻ്റെ നാശം ഉറപ്പാക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ അതീവ മാരക സ്വഭാവമുള്ള ആണവായുധങ്ങൾ സൂക്ഷിക്കുക. മറ്റൊരു ഉദ്ദേശം യുദ്ധം ചെയ്യാൻ എതിരാളികളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. കാര്യം ഇത്തരം സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആരും നമുക്കെതിരെ അത്തരം യുദ്ധത്തിന് മുതിരില്ല. കൂടാതെ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക, അതിലുപരിയായിട്ട് ഒരു ശക്തി പ്രകടനം നടത്തുക എന്നുള്ളതാണ് ഇത്തരം അന്ത്യവിധി ദിന ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിലൂടെ ഓരോ രാജ്യവും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്ത് സ്വന്തമായി ആണവക്കരുത്തുള്ള 9 രാഷ്ട്രങ്ങളുടെ കയ്യിലും ഈ അന്ത്യവിധി ദിന ആയുധങ്ങളുണ്ട്. പക്ഷേ അവരെക്കാൾ എന്തുകൊണ്ട് റഷ്യ ഒരുപടി മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ കാരണമാണ്. അതാണ് ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഈ പോസിഡോൺ ടോർപിഡോ പ്രയോഗിക്കാനുള്ള അന്തിമ ഉത്തരവ് നൽകാൻ നിയമപരമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മാത്രമാണ് ഇപ്പോൾ അധികാരമുള്ളത്. ഇപ്പോൾ റഷ്യൻ ഭരണഘടനാ പ്രകാരം വ്ളാഡിമിർ പുടിനാണ് ആ രാജ്യത്തിൻ്റെ സായുധ സേനയുടെ പരമോന്നത കമാൻഡർ. അപ്പോൾ അദ്ദേഹമാണ് ഇതിൽ ഉത്തരവിടേണ്ടത്, ഈ ആയുധം പ്രയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത്. റഷ്യൻ പ്രസിഡന്റ് എപ്പോഴും കൂടെ കരുതുന്ന ഒരു സ്യൂട്ട് കേസ് ഉണ്ട്, അതിൻ്റെ പേര് ചെഗത് എന്നാണ്. അപ്പോൾ ആ സ്യൂട്ട് കേസ് തുറന്ന്, അതിനെ ആണവ ബ്രീഫ് കേസ് എന്ന് വിളിക്കാം, അതുവഴിയാണ് ഉത്തരവുകൾ കൈമാറുക. പ്രസിഡന്റ് ഉത്തരവിട്ടാലും അത് 2 പേർ കൂടി അതിൽ അംഗീകരിക്കേണ്ടതുണ്ട്. അതൊന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രിയും മറ്റൊന്ന് സൈനിക മേധാവിയും. ഇവർ 2 പേരും കൂടി അംഗീകരിച്ചാൽ ഈ 3 കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള ഇലക്ട്രോണിക് കോഡുകൾ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ കടലിനടിയിലുള്ള ഈ സബ്മറൈനിലേക്ക് ഈ പറയുന്ന പോസിഡോൺ ടോർപിഡോ വിക്ഷേപിക്കാനുള്ള ആണവ മുങ്ങിക്കപ്പലിലേക്ക് ആ ലോഞ്ച് കമാൻഡ് കൈമാറുകയുള്ളൂ. ഇപ്പോൾ ശത്രുരാജ്യങ്ങൾ റഷ്യക്ക് നേരെ പെട്ടെന്ന് ആണവാക്രമണം നടത്തുകയും അതിൽ പ്രസിഡന്റും പ്രധാന സൈനിക മേധാവിയും അതേപോലെ പ്രതിരോധ മന്ത്രിയും അടക്കം കൊല്ലപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ പെരിമീറ്റർ അല്ലെങ്കിൽ ഡെഡ് ഹാൻഡ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് സംവിധാനം ഉണരുകയും മനുഷ്യ സഹായമില്ലാതെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവശേഷിക്കുന്ന പോസിഡോൺ ഉൾപ്പെടെയുള്ള ആണവായുധങ്ങൾ ശത്രുക്കൾക്ക് നേരെ സ്വയം തൊടുക്കുന്ന AI കൃത്രിമ ബുദ്ധി പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലും ഇവർ ലോകനാശം സൃഷ്ടിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഈ പോസിഡോൺ ടോർപിഡോകൾ അല്ലെങ്കിൽ ആ പോസിഡോൺ എന്ന് പറയുന്ന ആ ആണവായുധം വഹിക്കുന്ന ഒരു പുതിയ അന്തർവാഹിനിയാണ് ഇപ്പോൾ റഷ്യ അവതരിപ്പിച്ചിരിക്കുന്നത്. ഖബറോവ്സ്ക്.
ആ ഖബറോവ്സ്കിന്റെ പ്രത്യേകതകൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. 6 പോസിഡോൺ, ഒന്നല്ല 6 ഇത്തരത്തിലുള്ള പോസിഡോൺ ടോർപിഡോകൾ ആ ആണവ അന്തർവാഹിനിക്ക് വഹിക്കാൻ സാധിക്കും. ഇത് പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് മുന്നേറാൻ ഈ പറയുന്ന ടോർപിഡോകൾക്ക് സാധിക്കും. നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും ഇതിനെ തടയാൻ സാധിക്കില്ല. ഏകദേശം 10,000 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി. അപ്പോൾ അത്തരം ദൂരത്തേക്ക് ഇതിനെ സഞ്ചരിക്കാൻ ഇതിനെ പ്രാപ്തമാക്കുന്നത് ഒരു തരത്തിലുള്ള ഇന്ധനവും ഉപയോഗിച്ചല്ല ഈ ടോർപിഡോ മുന്നോട്ട് നീങ്ങുന്നത്. ഒരു ചെറിയ ആണവ റിയാക്ടർ നൽകുന്ന ഇന്ധന കരുത്തിലാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് ഈ ഇന്ധനം ഒരിക്കലും തീരും എന്ന് പേടിക്കേണ്ട. അപ്പോൾ എങ്ങോട്ടാണോ ലക്ഷ്യം വെച്ചത് അത്രയും ദൂരം വരെ കടന്നു ചെന്ന് ഇത് ആക്രമണം നടത്തും. ഈ പോസിഡോൺ ടോർപിഡോകൾക്ക് ഭീമാകാരമായ ആണവശേഷിയുണ്ട്. അപ്പോൾ കടലിനടിയിൽ വെച്ച് ഇത് പൊട്ടുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് സുനാമി തിരമാലകൾ രൂപപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശത്രു രാജ്യത്തിൻ്റെ തീരദേശ നഗരങ്ങളും തുറമുഖങ്ങളും ഒന്നടങ്കം വിഴുങ്ങുകയും പതിറ്റാണ്ടുകളോളം അവിടെ മനുഷ്യവാസമോ അല്ലെങ്കിൽ ജീവജാലങ്ങളോ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഇത് കടലിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ആഴത്തിലായിരിക്കും, അല്ലെങ്കിൽ പരമാവധി 1 കിലോമീറ്റർ ആഴത്തിൽ വരെ ഈ പോസിഡോൺ ടോർപിഡോകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും ആഴത്തിൽ ചെന്നിട്ട് മറ്റേതെങ്കിലും ഒരു അന്തർവാഹിനിക്കോ അല്ലെങ്കിൽ ടോർപിഡോകൾക്കോ ഇതിനെ തടയാൻ സാധിക്കില്ല. ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെയോ നാറ്റോയുടെയോ പക്കലുള്ള ഒരു റഡാറിനോ മിസൈൽ പ്രതിരോധ സംവിധാനത്തിനോ ഇത്രയും ആഴത്തിൽ വരുന്ന ഒരു ആണവ ഡ്രോണിനെ കണ്ടെത്താനോ തകർക്കാനോ കഴിയില്ല. ഇത് ഈ ഖബറോവ്സ്ക് അന്തർവാഹിനിയും പോസിഡോണും നിർമ്മിച്ചിരിക്കുന്നത് അതീവ രഹസ്യ സ്വഭാവമുള്ള സാങ്കേതിക വിദ്യയിലാണ്. കടലിനടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവ പുറപ്പെടുവിക്കുന്ന ശബ്ദം വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ ശത്രു രാജ്യങ്ങളുടെ സോണാർ സംവിധാനങ്ങൾക്ക് ഇവയെ കണ്ടെത്തുക അസാധ്യവുമാണ്. ഇനി ഈ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ഈ പോസിഡോൺ അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ അന്തർവാഹിനി റഷ്യയുടെ പസഫിക് ഫ്ലീറ്റിൽ ചേർക്കുമെന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ പോസിഡോൺ ടോർപിഡോകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു പ്രത്യേക അന്തർവാഹിനി വ്യൂഹം തന്നെ, ഒരെണ്ണമല്ല പുറകെ ബാക്കി വരുന്നുണ്ട്, ഒരു വ്യൂഹം തന്നെ സൃഷ്ടിക്കാനായിട്ടാണ് റഷ്യ പദ്ധതിയിടുന്നത്. സൈനിക നിരീക്ഷകരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഖബറോവ്സ്ക് എന്ന് പറയുന്ന ക്ലാസ്സിൽ റഷ്യ കുറഞ്ഞ 4 അന്തർവാഹിനികളെങ്കിലും തയ്യാറാക്കും. അപ്പോൾ 4 ഒരെണ്ണത്തിൽ 6 വീതം 24 ഇത്തരത്തിലുള്ള അതീവ മാരക സ്വഭാവമുള്ള ആണവായുധങ്ങൾ അത്തരം അന്തർവാഹിനികളിൽ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഖബറോവ്സ്കിന് പിന്നാലെ ഇതേ ശ്രേണിയിൽപ്പെട്ട വീണ്ടും പുറകെ അന്തർവാഹിനികൾ വരുന്നുണ്ട്. അത് ഉലിയാനോവ്സ്ക്, അതേപോലെ വെറോണേഷ് തുടങ്ങിയ പുതിയ ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണവും റഷ്യയുടെ സെവ്മാഷ് എന്ന കപ്പൽശാലയിൽ പുരോഗമിക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. ഇതുകൂടാതെ പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടന്ന് അൽത്തൂർ എന്ന പേരിൽ അതീവ വിനാശകാരിയായ 5ാം തലമുറ ആണവ അന്തർവാഹിനിയുടെ നിർമ്മാണവും റഷ്യ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയ കഥയാണ്. റഷ്യ മുമ്പേ ഈ പറഞ്ഞ പരിപാടി തുടങ്ങിയിരുന്നു. അത് ബെൽഗോറോഡ് എന്ന് പറയുന്ന ഒരു K329 എന്ന കോഡിൽ അറിയപ്പെടുന്ന ഒരു അന്തർവാഹിനിയാണ്. ഇത് റഷ്യയുടെ പക്കലുള്ള ആദ്യത്തെ പോസിഡോൺ കാരിയർ അന്തർവാഹിനിയാണ്. ഇത് സോവിയറ്റ് കാലത്തെ പഴയ ഒരു അന്തർവാഹിനിയെ രൂപമാറ്റം വരുത്തി സൃഷ്ടിച്ചാണ്, കുറച്ചുകൂടി നീളം കൂട്ടി തയ്യാറാക്കിയ ഒരു അന്തർവാഹിനിയാണ്. നിലവിൽ റഷ്യൻ നാവികസേനയുടെ ഭാഗമായ ഈ ഭീമൻ അന്തർവാഹിനിക്ക് 4 പോസിഡോണുകളെ അല്ലെങ്കിൽ 4 ആണവ ബോംബുകളെ വഹിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. ഈ പറയുന്ന ബെൽഗോറോഡ് വഹിക്കുന്ന പോസിഡോൺ ടോർപിഡോകൾക്ക് ഏകദേശം 2 മുതൽ 100 മെഗാ ടൺ വരെ വീര്യമുള്ള ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഈ പറയുന്ന ആണവായുധത്തിന് ഏതാണ്ട് നമ്മുടെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ പ്രയോഗിച്ച ആറ്റം ബോംബ് ഉണ്ടല്ലോ, അതിനേക്കാൾ 1000 മടങ്ങ് തീവ്രതയേറിയ ശക്തിയേറിയ ബോംബാണ് ഇതിനുള്ളിലെന്ന് പറയുന്നു. ഇപ്പോൾ കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി ചാരപ്രവർത്തനം നടത്താനും ഇന്റർനെറ്റ് കേബിളുകൾ തകർക്കാനും ശേഷിയുള്ള ചെറിയ ആണവ അന്തർവാഹിനികളും ഈ വലിയ അന്തർവാഹിനികൾ ഉണ്ട്. അതിൻ്റെ വയറ്റിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മദർഷിപ്പ് കൂടിയാണ് ഈ ബെൽഗറോഡ് എന്ന് പറയുന്ന കൂറ്റൻ അന്തർവാഹിനി. അപ്പോൾ ഈ പറയുന്ന അന്തർവാഹിനി പരിപാടിക്ക് വേണ്ടി മാത്രം ഏതാണ്ട് 13,000 കോടി രൂപയിലധികം ഇതിനോടകം തന്നെ ചെലവഴിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഈ ഖബറോവ്സ്ക് ക്ലാസ് അന്തർവാഹിനി. എന്നാൽ യഥാർത്ഥ തുക ഇതിലും കൂടുതലാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ റഷ്യയുടെ കയ്യിൽ ഈ ഡൂംസ്ഡേ അന്ത്യവിധി ദിനത്തിലെ ആയുധം എന്ന് പറയുന്നത് ഈ അന്തർവാഹിനി മാത്രമല്ല, അവരുടെ വിഖ്യാതമായ വിമാനമുണ്ട്.
അതും ഡൂംസ് ഡേ എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെടുക. ആ റഷ്യയുടെ ഡൂംസ് ഡേ വിമാനം എന്നത് ആണവ യുദ്ധമോ അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടായാൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും സൈനിക മേധാവികൾക്കും ആകാശത്ത് നിന്ന് തന്നെ രാജ്യത്തെയും സൈന്യത്തെയും നയിക്കാനായി രൂപകൽപ്പന ചെയ്ത ഒരു അത്യാധുനിക ഫ്ലൈയിങ് കമാൻഡ് പോസ്റ്റാണ് ഈ തൂപ്പളോവ് TU-21 4PU, ഇല്യൂഷിൻ IL-80 തുടങ്ങിയ വിമാനങ്ങളാണ് ഈ ഡൂംസ് ഡേ ഫ്ലൈറ്റുകളായിട്ട് അറിയപ്പെടുന്നത്. ആണവാക്രമണങ്ങളിൽ ഭൂമിയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർന്നാലും ആകാശത്ത് നിന്ന് സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ഈ അന്ത്യവിധി ദിനത്തിലെ ഈ വിമാനങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആണവ വികിരണങ്ങളെയും ശക്തമായ വൈദ്യുത കാന്തിക തരംഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന കവചങ്ങളും ഇതിലുണ്ട്. സാധാരണഗതിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിദേശ പര്യടനങ്ങൾക്ക് പോകുന്നത് ഈ അന്ത്യവിധി ദിനത്തിലെ ഈ വിമാനങ്ങളിലാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ആ സമയത്ത് ആ വിമാനത്തിൻ്റെ പേര് ഫ്ലൈയിങ് ക്രെംലിൻ എന്നും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട്. ക്രെംലിൻ എന്നാൽ റഷ്യയുടെ തലസ്ഥാനമാണ്. ഫ്ലൈയിങ് ക്രെംലിൻ എന്ന് പറഞ്ഞാൽ പുടിൻ ആ വിമാനത്തിലുള്ളത് കൊണ്ടാണ് ആ പേരിൽ അങ്ങനെ അറിയപ്പെടുന്നത്. ഏതായാലും റഷ്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. നമുക്കറിയാമല്ലോ, സമീപകാലത്ത് റഷ്യ നേരിടുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് അമേരിക്ക നേരിട്ടിറങ്ങി റഷ്യയെ വെല്ലുവിളിക്കുന്നൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒട്ടും പുറകിലല്ല, ഈ പറയുന്ന രീതിയിലുള്ള ലോകനാശം വരെ വരുത്താൻ സാധിക്കുന്ന ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കലാണ് വാസ്തവത്തിൽ റഷ്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും വിനാശകാരികളായ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഉത്തരവാദിത്തരഹിതമായി റഷ്യ ഇത് പ്രയോഗിക്കും എന്ന് തൽക്കാലം നമ്മൾ കരുതേണ്ടതില്ല. പക്ഷേ ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ പുടിൻ അതിന് മടിക്കില്ല എന്ന് തന്നെയും പറയേണ്ടി വരും.